മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വംശം എന്ന് പറയുന്ന കവിത അല്ലേ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചില്ലേ. എല്ലാ വരികളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് വംശം എന്ന് പറയുന്ന കവിതയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാഠമൊക്കെ മേ ബി സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഈ വർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത ചോദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ത്, ആസ്വാദനക്കുറിപ്പ് അല്ലേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം. ഇപ്പോൾ വംശത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു ആസ്വാദനക്കുറിപ്പ് എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കാം അല്ലേ, ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക, നമ്മൾ എന്തൊക്കെ ഉത്തരങ്ങൾ അതിന് കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതും അല്ലേ. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി അല്ലേ. എന്തായിരുന്നു പറയുന്നത്, രാവിലെ അല്ലേ ഭക്ഷണം കഴിക്കാൻ വിശന്ന് വലഞ്ഞ അടുക്കളയിൽ എത്തിയിട്ടുള്ള ഉറുമ്പ് എന്ത് ചെയ്യാണ്, ഒരു തേങ്ങാത്തരി കാണാണ് അല്ലെ, ഒരു കുഞ്ഞി കഷ്ണം തേങ്ങാത്തരി, ഒരു തിരുപ്പിടിയോളം ഒരു പൊട്ട് പോലെയുള്ള ഒരു തേങ്ങാത്തരി കാണാണ്. അപ്പൊ അതിങ്ങനെ അതിന്റെ കൊമ്പുകളിൽ എന്ത് ചെയ്യണോ, അതിങ്ങനെ എടുത്തുയർത്തി അല്ലെ, അതിങ്ങനെ ചന്തത്തിൽ 6 കാലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ താളത്തിൽ നടന്നു പോകുന്നത് എഴുത്തുകാരി എന്ത് ചെയ്യാണ്, അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അല്ലെ, എന്താ ഈ ഉറുമ്പ് കാട്ടുന്നത് എന്ന് നോക്കുകയാണ് അല്ലെ. അപ്പൊ പാതകത്തിന്റെ മേലെ തെറിച്ച് അല്ലെ, അടുപ്പിന്റെ മേലെ തെറിച്ചിരിക്കുന്ന തേങ്ങാത്തരി എന്ത് ചെയ്തു, പൂവ് പോലെ അല്ലെ, അത്രയും നിസ്സാരമായിട്ട് ഒരു പൂവ് തലയിൽ വെക്കുന്ന പോലെ ആ പൂവ് എന്ത് ചെയ്യാണ്, തേങ്ങാത്തരി എടുത്തിട്ട് തലയിൽ വെക്കുകയാണ്. ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് അല്ലെ കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലെ. അപ്പൊ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ്, വംശം എന്ന് പറയുന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതും, നിങ്ങൾ എഴുതിയോ, സ്കൂളിൽ നിങ്ങൾ എഴുതിയോ, ആസ്വാദനക്കുറിപ്പ് എഴുതിയോ, നിങ്ങൾ സ്കൂളിൽ എഴുതിയോ, നിങ്ങളെ കൊണ്ട് എഴുതിച്ചോ, സ്വന്തമായിട്ടാണ് ആസ്വാദനക്കുറിപ്പൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഓരോന്നും അല്ലെ, നമ്മൾ നല്ല രസമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐസ്ക്രീം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി അത് ആസ്വദിച്ച് നമ്മൾ കഴിക്കും അല്ലേ. ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അല്ലേ, ആ മഴയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഉമ്മറത്തൊക്കെ ഇരുന്ന് ആ മഴയെ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭംഗിയിൽ നമ്മളിങ്ങനെ ആസ്വദിക്കും അല്ലേ. അപ്പൊ അതേപോലെയാണ് എന്ത്, നമുക്ക് സാഹിത്യത്തെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എങ്ങനെയാ ഇപ്പൊ സാഹിത്യം തിന്നാൻ പറ്റുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ, എങ്ങനെയാണ് സാഹിത്യം ആസ്വദിക്കുക, എങ്ങനെ ആസ്വദിക്കുക, നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ, നമ്മൾ അതിൻ്റെ ഭംഗി എന്ത് ചെയ്യണം, മനോഹരമായ ഭാഷയിലാണ് എന്ത് ചെയ്യേണ്ടത്, ആസ്വദിച്ചിരിക്കേണ്ടത് അല്ലേ. അങ്ങനെ എഴുതിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ്വാദനക്കുറിപ്പ് അല്ലേ, ഭാഷയെ സാഹിത്യത്തെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ ഇവിടെ വംശം എന്ന് പറയുന്ന കവിതയാണ് എന്ത് ചെയ്തത്, നമ്മളോട് ആസ്വദിക്കാൻ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കവിതയായിരിക്കും തരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ടീച്ചർ പാഠവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നമുക്ക് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, ആസ്വാദനക്കുറിപ്പ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ എന്ത് വേണം, ആകർഷകമായിട്ടുള്ളൊരു ആമുഖം വേണം അല്ലെ. എന്ന് വിചാരിച്ചിട്ട് ഈ ആമുഖത്തിന്റെ മേലെ നമ്മൾ പൂവൊക്കെ വരയ്ക്കാനാണോ പറഞ്ഞത്, അല്ല. അതിങ്ങനെ വാക്കുകൾ കൊണ്ട് അല്ലെ, വാക്കുകൾ കൊണ്ട് അതിങ്ങനെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യണം, വിശദീകരിച്ച് വർണ്ണിച്ചൊക്കെ നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുക അല്ലെ, എന്ന എഴുത്തുകാരി എഴുതിയിരിക്കുന്ന അല്ലെ മനോഹരമായ കവിതയാണ് ഇത്, വംശം എന്ന് പറയുന്ന കവിത. കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഉറുമ്പിന്റെ വംശത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, അങ്ങനെ ഉറുമ്പുകളെ കുറിച്ച് എഴുതുക. അപ്പോൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ ആമുഖം എന്ന് പറയുക കേട്ടോ. ഒരു തുടക്കം, എന്താ നമ്മൾ പറയുന്നത്, എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ എവിടെ എഴുതണം, ആമുഖത്തിൽ എഴുതണം. ഇനി എന്താ എഴുതണം, ആശയ അവതരണം അല്ലെ. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത്, അപ്പൊ എന്ത് ചെയ്യണം, കവിതയുടെ ഒരു ആശയം അല്ലെ, അതിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ആശയം എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. പിന്നീട് വരികളുടെ ആശയം അല്ലെ, ഓരോ വരികളുടെയും വിശദമായ ആശയം എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. A to Z വരികൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റുമെന്നില്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് 1-2 വരി കവിതയിൽ തന്നെ തന്നില്ലേ, ചോദ്യത്തിൽ തന്നെ ഒരു വരി തന്നില്ലേ, അത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എടുത്ത് എഴുതി വെക്കാം കേട്ടോ. അത് കൂടാതെ എന്ത് ചെയ്യാം അല്ലെ, പുറത്തുനിന്നുള്ള വേറെ ഏതെങ്കിലും ഈ ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വരികൾ, ഇപ്പൊ ടീച്ചറുടെ അല്ലെ വിജയലക്ഷ്മി ടീച്ചറുടെ വേറെ വരി കവിതയിലുള്ള വരികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ വരികളുടെ ആശയം എന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. പിന്നെ വാങ്മയ ചിത്രങ്ങൾ അല്ലെ, ഇപ്പൊ കവിതയിൽ പല സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, വാങ്മയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ അത് വാങ്മയ ചിത്രം എന്ന് ആലോചിക്കുന്നുണ്ട് ആരെങ്കിലും, എന്താണ് വാങ്മയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കവികള് വാക്കുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു വീടൊക്കെ എങ്ങനെ വരയ്ക്കും അല്ലെ, അല്ല ഒരു വരിയാണ്,
അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. ഇതിപ്പോൾ ഒരു മരമാണ്, മരത്തിന്റെ ചോട്ടിൽ സീത ഇരിക്കുന്നു അല്ലേ. ഞാൻ ഇങ്ങനെയാ വരയ്ക്കുക അല്ലേ. മരത്തിന്റെ ചോട്ടിൽ സീത, കുറച്ചും കൂടിയൊക്കെ വരച്ചു കൊടുക്കാം, നല്ല ചിത്രമല്ലടാ. മരത്തിന്റെ ചോട്ടിൽ സീത ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ചിത്രത്തിൽ വരയ്ക്കുക അല്ലേ. കുമാരനാശൻ എങ്ങനെ പറഞ്ഞു? അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ എന്നാണ് പറഞ്ഞത് അല്ലേ. ഉടജാന്തവാടിയിൽ ഭീകരമായിട്ടുള്ള ചിന്തയിൽ അല്ലേ, എന്തോ ആലോചിച്ച് അല്ലേ, എന്തിനാണ് ഈ രാമേട്ടൻ എന്നെ കാട്ടിലിട്ട് പോയെന്നൊക്കെ ആലോചിച്ചിട്ട് ആരിയ്ക്കുകയാണ്? സീത ഇരിക്കുന്നത് അല്ലേ. അത് നമുക്ക് ഒരു ചിത്രത്തിൽ എന്ന പോലെ എന്ത് ചെയ്യാണ്, കുമാരനാശൻ പറഞ്ഞപ്പോൾ നമുക്കതൊരു ചിത്രം വരച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യാണ് അല്ലേ. അപ്പൊ അതേപോലെ കവികൾ അവരുടെ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന, അവർ വരികളിൽ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ പിക്ചർ നമുക്ക് മനസ്സിൽ കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാം. ഇവിടെ ഒരുപാട് വാങ്മയ ചിത്രം നമ്മളുടെ കവിതയിൽ നമ്മൾ കണ്ടു അല്ലേ. ഉറുമ്പ് എങ്ങനെ പോകുന്നത്, ഉറുമ്പ് നടന്നു പോകുന്നത്, അതുപോലെ ഉറുമ്പ് അല്ലെ 6 കാലിൽ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ തുള്ളി പോകുന്നത്, അതേപോലെ എന്താണ് നമ്മുടെ അല്ലെ ഈ അത്രയും മനോഹരമായിട്ടുള്ള അല്ലെ എന്താണ് അത് ജനൽ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരുന്നിലെ കാട് ചുറ്റി, വൻമല പോലെയുള്ള വഴിമുടക്കാൻ നിന്നിരിക്കുന്ന വെള്ളാരം കല്ലിന്റെ ചോട് ചുറ്റി, കിഴാർ നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റിയപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ജനലിലൂടെ ഉറുമ്പ് പോകുന്നത്, ആ വെള്ളാരം കല്ലിന്റെ സൈഡിൽ കൂടെ പോകുന്നത്, അതൊക്കെ നമുക്കൊരു ചിത്രം വരച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് മനസ്സിൽ കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. പിന്നെ പ്രയോഗ ഭംഗി എഴുതണം. പിന്നെന്താണ്, നിരീക്ഷണങ്ങൾ അല്ലെ, നിരീക്ഷണങ്ങൾ ആവശ്യമാണ്. സ്വന്തം നിരീക്ഷണങ്ങളാണ്. നമുക്ക് കവിത വായിച്ച സമയത്ത് അല്ലെ, നമുക്കൊരു സ്ത്രീയുമായിട്ട്, ഒരു സ്ത്രീയുടെ ജീവിതവുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഉറുമ്പിന്റെ ജീവിതത്തെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചുമട്ടുകാരി എന്നുള്ള പ്രയോഗങ്ങള് അല്ലെ, അത് തന്നെയാണ് എന്തും പറയാം, നമുക്ക് കാലിക പ്രസക്തി അല്ലെ. പുതിയ കാലത്ത് മടി പിടിച്ചിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ എന്താണ്, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ തൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓടിച്ചാടി നടക്കുന്ന അല്ലേ. ഉറുമ്പുകൾ ഉറങ്ങുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഉണ്ട് അല്ലേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉറുമ്പ് ഉറങ്ങുന്നു. മേ ബി ഉറങ്ങുമായിരിക്കാം അല്ലേ, അറിഞ്ഞുകൂടാ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാണ്, ഓടി നടത്തില്ലേ. അവിടെ എന്തെങ്കിലും ഉണ്ടടാ, ഇവിടെ എന്തെങ്കിലും ഉണ്ടടാ, വാടാ ഇങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഉറുമ്പുകൾ അവരുടെ കൂട്ടത്തിന്റെ കൂടെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴും അല്ലേ നമ്മൾ ഉറുമ്പുകളെ കുറിച്ച് കാണുക. പിന്നെന്താണ്, ഉപസംഹാരം. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനാണ്. നമുക്ക് ഈ ഒരു ആസ്വാദനക്കുറിപ്പിൽ നമ്മളുടെ അല്ലേ നിഗമനമാണ് അല്ലെ, ഈ കവിതയെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് അല്ലെ. ഒരു സ്ത്രീയോട് ഉറുമ്പിനെ ഉപമിക്കുന്നു. അതേപോലെ പുതിയ കാലത്ത് അല്ലെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് അല്ലെ ഉറുമ്പ് മാറുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം അല്ലെ. അപ്പൊ എന്താണ്, ഉറുമ്പിന്റെ അധ്വാനശീലത്തെ കുറിച്ച് നമുക്ക് പറയാം അല്ലെ. അതിന്റെ ശരീര സൗന്ദര്യം, അധ്വാനിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു നർത്തകിയുടെ പോലെയുള്ള ശരീരം ഉറുമ്പിനുള്ളത് പറയാം. പിന്നെ ഉറുമ്പിന്റെ സൗഹൃദം അല്ലെ, അതിന്റെ എന്താ പറയാ, അതിന്റെ ഗ്രൂപ്പ് അല്ലെ, അതിന്റെ ഐക്യം അല്ലെ, അവരുടെ ഗ്രൂപ്പിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വംശത്തിൽ അല്ലെ. ഉറുമ്പുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാറില്ല, ഒരു കാര്യവും ചെയ്യില്ല. അപ്പോൾ ഒരു വെയിറ്റ് ഉള്ള ഒരു പഞ്ചാര കഷ്ണമാണെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ഒരു വെല്ലത്തിന്റെ കഷ്ണമാണ്, ശർക്കര കഷ്ണമാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഓടിപ്പോയിട്ട് വിളിച്ചോണ്ട് വരും അല്ലെ. ബാക്കിയുള്ള ഉറുമ്പുകളൊക്കെ വിളിച്ചോണ്ട് വരും. എന്നിട്ട് അവരൊന്നിച്ചാ എന്ത് ചെയ്യാ, എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉറുമ്പ് മാറിക്കോ ഇല്ല, അവരെല്ലാവരും ഒന്നിച്ചാ എന്ത് ചെയ്യുന്നത്, അത് പൊക്കി പിടിച്ചോണ്ട് പോകുന്നു അല്ലെ. അപ്പൊ ഭയങ്കര ഐക്യമാണ് ഈ ഉറുമ്പുകൾ തമ്മിൽ. എന്തെങ്കിലും ഒരു മധുരത്തിന്റെ കഷ്ണല്ലേ, അവർ ലൈനായിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞില്ലേ, കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ അവരിങ്ങനെ മുമ്പിൽ ഒരു തലവനായിട്ട് ഒരാളുണ്ടാവും, അയാളുടെ പുറകിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഐക്യമൊക്കെ അവർ തമ്മിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ ഉൾപ്പെടുത്തണം നമ്മളുടെ ചിത്രമായിട്ട് അല്ലേ. അപ്പം പ്രമേയം അല്ലെ, വംശത്തിന്റെ രചനാപരമായിട്ടുള്ള സവിശേഷതകൾ അല്ലെ, പ്രമേയം എഴുതണം, പദങ്ങൾ, പുതിയ പദങ്ങൾ, അതിന്റെ പ്രയോഗങ്ങൾ, സവിശേഷതയുള്ള വരികളൊക്കെ നിങ്ങൾക്ക് എഴുതാം. സ്ത്രീ ജീവിത ചിത്രങ്ങൾ അല്ലെ, സ്ത്രീകളുടെ ജീവിത ചിത്രം, തൊഴിലാളി ജീവിതം, നൈപുണികള്, സാമൂഹിക പ്രസക്തി, സമകാലിക പ്രസക്തി, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ വംശം എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്, ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, അതിങ്ങനെ തന്നെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇനി ഏത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് പാടാ വേണ്ടത് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഉഷാറല്ലേ, അടിപൊളിയല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ.